വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നൌഷാദിന്റെ വീടിന് മുന്നിലെത്തിയാൽ ഗേറ്റ് താനെ തുറക്കും. ബൈക്കിന്റെ ചെയിൻ ഉപയോഗിച്ചാണ് നൌഷാദ് ഈ സംവിധാനം ഒരുക്കിയത്. ചെലവ് 500 രൂപയിൽ താഴെ. വീടിന്റെ കോളിംഗ് ബെൽ മുഴങ്ങിയാൽ പുറത്തു വന്നത് ആരാണെന്ന് അകത്തുള്ളവർക്ക് അറിയാൻ കഴിയും. ഇതിനും നിസ്സാര ചെലവ് മാത്രം. വീട്ടിൽ എവിടെയിരുന്നും TV കാണാം. TV തനിയെ തിരിക്കുന്ന സംവിധാനം കളിപ്പാട്ടത്തിന്റെ റിമോട്ട് ഉപയോഗിച്ചാണ് ഒരുക്കിയത്. ഉണങ്ങാനിട്ടിരിക്കുന്ന തുണികൾ മഴയത്ത് നനയാതിരിക്കാനും നൌഷാദ് ഉപകരണം വികസിപ്പിച്ചെടുത്തു. പലപ്പോഴും സ്വന്തം ആവശ്യം തന്നെ വരാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ തുണിയൊക്കെ നനയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ. പലപ്പോഴും പകൽ സമയത്ത് വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ അതിനെങ്ങനെ എന്താ ഒരു പ്രതിവിധി എന്ന് ആലോചിച്ചപ്പോൾ നേരെ ചെയ്യാൻ പറ്റിയത് അങ്ങനെ. അപ്പോൾ ആക്രിക്കടകളെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നൌഷാദിന്റെ വീടിനുള്ളിൽ പാഴ്വസ്തുക്കളിൽ തീർത്ത ഉപകരണങ്ങൾ ഇനിയുമുണ്ട്. തോട്ടത്തിൽ ചെടികൾ തനിയെ നനയ്ക്കുന്ന ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് നൌഷാദ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തനിയെ അകത്തേക്ക് കൊണ്ടുവരും. ാണ് നമ്മെ വരവേൽക്കുക. ഇടപ്പള്ളി സ്വദേശി നൌഷാദിന്റെ വീടിന് മുന്നിലെത്തിയാൽ ഗേറ്റ് താനെ തുറക്കും. റോഡിൽ നിൽക്കുന്ന ആളെ അകത്തേക്ക് കയറ്റിവിടണമെന്ന് നൌഷാദിനോ വീട്ടുകാർക്കോ തോന്നണം എന്ന് മാത്രം. വീടിനുള്ളിൽ എവിടെ നിന്ന് വേണമെങ്കിലും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഗേറ്റ് തുറക്കാം. ബൈക്കിന്റെ ചെയിൻ ഉപയോഗിച്ചാണ് ഈ സംവിധാനം നൌഷാദ് പണിതെടുത്തത്. ചെലവ് 500 രൂപയിൽ താഴെ. ഈ വീടിനുള്ളിലേക്ക് കയറിയാൽ ഇനിയും ധാരാളം പുതുമകൾ കാണാം. എല്ലാം പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പണിതെടുത്തവ. വീടിന്റെ കോളിംഗ് ബെൽ മുഴങ്ങിയാൽ പുറത്തു വന്നയാളെ അകത്തിരിക്കുന്നവർക്ക് കാണാൻ കഴിയും. ടെലിവിഷൻ ഓൺ ചെയ്തിട്ടുണ്ടാവണം എന്ന് മാത്രം. വീടിനുള്ളിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ടെലിവിഷൻ കാണാം. TV തനിയെ കറങ്ങി വരാനുള്ള സംവിധാനം ഒരുക്കിയത് കളിപ്പാട്ടങ്ങളുടെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ്. വീടിന്റെ ടെറസിലാണ് അടുത്ത കൗതുകം. മഴ പെയ്താൽ തുണി നനയാതിരിക്കാനുള്ള സംവിധാനമാണിത്. തുണികൾ തനിയെ മഴവെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് നീങ്ങി വരും. ആരും അടുത്തുണ്ടാവേണ്ട കാര്യമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ തുണിയൊക്കെ നനയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ. പലപ്പോഴും പകൽ സമയത്ത് വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ അതിനെങ്ങനെ എന്താ ഒരു പ്രതിവിധി എന്ന് ആലോചിച്ചപ്പോൾ നേരെ ചെയ്യാൻ പറ്റിയത് അങ്ങനെ. അപ്പോൾ ആക്രിക്കട